ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ലോങ് വീഡിയോ ഒരുപാട് ഇടണമെന്ന് ആഗ്രഹത്തോടു കൂടി തുടങ്ങിയ യൂട്യൂബ് ചാനലാണ്. പക്ഷേ ലോങ് വീഡിയോ ഇടാൻ സാധിക്കുന്നില്ല, ടൈം കിട്ടുന്നില്ല. കാരണം ഇപ്പോൾ മോന് സ്കൂളിൽ പോകേണ്ട ഒരു ടൈമൊക്കെ ആയതുകൊണ്ട് കിട്ടാറില്ല എനിക്ക് ടൈം. അതാണ് സത്യം പറഞ്ഞാൽ നടക്കുന്നത്. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്, വിഷയത്തിലോട്ട് നമുക്ക് കിടക്കാം. ഇന്ന് വന്നിരിക്കുന്നത് കുറച്ച് ടിപ്സും, ബ്യൂട്ടി ടിപ്സും, അതുകൂടാതെ തന്നെ ഞാൻ ഉപയോഗിക്കുന്ന ഫേസ് ക്രീം, മോയ്സ്ചറൈസർ ആയിക്കോട്ടെ, ഫേസ് ക്രീം ആയിക്കോട്ടെ, ഏതാണെങ്കിലും എനിക്ക് കുറച്ച് ഇഷ്ടമായിട്ടുള്ള ഐറ്റംസ് ഉണ്ട്. ആ ഒരു സംഭവം എങ്ങനെയാണ് എനിക്ക് യൂസ് ആകുന്നത്, അല്ലെങ്കിൽ എനിക്ക് എങ്ങനെയാണ് അത് പിടിച്ചത്, ഞാൻ തേച്ചിട്ട് എനിക്ക് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ള ആ ഒരു റിവ്യൂ ആണ് ഞാൻ ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കണം എന്നില്ല, ഏറ്റവും ബെസ്റ്റ് ആണെന്നും പറയുന്നില്ല, അത് ആദ്യം തന്നെ പറയാം. എനിക്ക് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ള ഒരു റിസൾട്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ അങ്ങനെ ഒരുപാട് ക്രീംസും ഒരുപാട് മോയ്സ്ചറൈസറും ഉപയോഗിക്കുന്ന ആളല്ല. ആദ്യം തന്നെ അത് പറയാം. ഞാൻ കുറച്ച് നാളായിട്ടേ ഉള്ളൂ മോയ്സ്ചറൈസറും ഫേസ് ക്രീമും ഒക്കെ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട്. എനിക്ക് ഒന്നാമത്തെ കാര്യം അങ്ങനെ ഉപയോഗിക്കത്തില്ല, ഞാൻ ഇന്നത് മാത്രം ഉപയോഗിക്കുള്ളൂ, അങ്ങനെയല്ല. എനിക്ക് ഒന്നാമത്തെ കാര്യം പിടിക്കത്തില്ലെന്ന് പറഞ്ഞാൽ എനിക്ക് മുഖത്ത് പെട്ടെന്ന് പിമ്പിൾസ് വരും. അതായത് എനിക്കറിയത്തില്ല, സ്കിന്നിൻ്റെ കുഴപ്പം കൊണ്ടായിരിക്കാം, പെട്ടെന്ന് നമ്മുടെ സ്കിന്നിന് എന്ത് ഇതായതുകൊണ്ടാണെന്നൊന്നും എനിക്ക് പറയാൻ അറിയത്തില്ല. പക്ഷേ അതാണ് സംഭവം, സത്യം. അതുകൊണ്ട് ഞാനങ്ങനെ ക്രീമുകളൊന്നും ഉപയോഗിച്ചുകൊണ്ടിരുന്നിട്ടില്ല. ഒരു 2-3 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഉപയോഗിക്കുന്നേ ഉണ്ടായിരുന്നില്ല. ക്രീമൊന്നും ഉപയോഗിക്കാത്ത ആളായിരുന്നു ഞാൻ. ഇപ്പോൾ എനിക്കത് ഉപയോഗിക്കണം തോന്നി. മോയ്സ്ചറൈസർ ആയിക്കോട്ടെ, അല്ലാതെ നമ്മുടെ സ്കിൻ കെയർ ആയിക്കോട്ടെ, നൈറ്റ് കെയർ ആയിക്കോട്ടെ, എല്ലാം ഞാനിപ്പോൾ ചെയ്യും. കാരണം നമ്മുടെ സ്കിന്നിന് നമ്മൾ എത്രത്തോളം ശ്രദ്ധിക്കുന്നു അത്രത്തോളം നമ്മുടെ സ്കിന്ന് എപ്പോഴും നല്ല സെൻസിറ്റീവായിട്ടിരിക്കും. സെൻസിറ്റീവ് മീൻസ് എപ്പോഴും നന്നായിട്ടിരിക്കും. അത് ഞാൻ പഠിച്ച ഒരു കാര്യമാണ്. ഇങ്ങനെ എനിക്കെല്ലാം ഒന്നും അറിയാമെന്നുള്ള ഒരു ഇതിൽ പറയുന്നതല്ല, പക്ഷേ അതുള്ള കാര്യമാണ്. സ്കിന്നിനെ നമുക്ക് എത്രത്തോളം ശ്രദ്ധിക്കാൻ പറ്റുമോ അത്രത്തോളം നമ്മൾ കെയർ ചെയ്യുക സ്കിന്നിനെ. അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു സാധനം തന്നെ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും അതിന് കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും അതിന് എന്താണെങ്കിലും ഒരു റിസൾട്ട് കിട്ടും. കാരണം എനിക്ക് അനുഭവം ഉള്ളതുകൊണ്ട് പറയുകയാണ്. ഞാൻ കുറച്ച് നാളായിട്ട് ഇപ്പോൾ ഒരു ക്രീം യൂസ് ചെയ്തു, പെട്ടെന്ന് തന്നെ അടുത്ത ക്രീമിലോട്ട് പോയി, റിസൾട്ട് കിട്ടത്തില്ല. എന്താണെങ്കിലും നമുക്ക് അവിടെ ഒരു ഇത് വരും. എന്താണെങ്കിലും ഞാൻ പറയാൻ വന്നത് പറയാം. ഞാൻ ഇപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതായത് 2 ക്രീമുണ്ട്. 2 ക്രീം യൂസ് ചെയ്യാറുണ്ട്. ഒന്ന് ഫേസ് ക്രീം, ഒന്ന് മോയ്സ്ചറൈസർ. ഫേസ് ക്രീം എന്ന് ഉദ്ദേശിക്കുന്നത് ഈ മോയ്സ്ചറൈസർ പോലെ തന്നെയുള്ള സാധനം തന്നെയാണ്. അല്ലാതെ പ്രത്യേകിച്ച് ഫേസിനായിട്ട് വേണ്ടി ഞാൻ ക്രീമുകൾ അങ്ങനെ യൂസ് ചെയ്യുന്നതല്ല ഞാൻ പറഞ്ഞത്. അപ്പോൾ ഞാനിപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ മമാഅർത്തിൻ്റെ ബീട്രൂട്ട് ഡെയിലി ഗ്ലോ ഫേസ് വാഷ് ഫേസ് ക്രീമാണ്. തീരാറായിട്ടുണ്ട് കേട്ടോ. തീരാറായതുകൊണ്ട് ഇല്ല, ഇവിടെ ഒരു ഇച്ചിരി കൂടി ഉള്ളതുകൊണ്ടാണ് അത് കളയാതെ തന്നെ വെച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ അടുത്തത് എനിക്ക് ഓർഡർ ചെയ്യണം. ഇതുണ്ടോ, ഇതിൻ്റെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ നല്ല റിസൾട്ടാണ് എനിക്ക് ഇതുവരെ കിട്ടിയിട്ടുള്ളത്. ഇതിപ്പോൾ ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടൊരു 1 വർഷം ആയിട്ടുണ്ട്. ഇത് യൂസ് ചെയ്യാൻ 1 വർഷം ആയിട്ടില്ല, ഒരു 5-6 മന്ത്, ഒരു 8 മാസമായിട്ടുണ്ടാവും ഞാനിത് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട്. ഇത് നല്ല സാധനമാണ്, കള്ളം പറയുമല്ല, ഇത് എനിക്ക് റിസൾട്ട് കിട്ടിയ സാധനമാണ്. റിസൾട്ടെന്ന് പറഞ്ഞാൽ അതും കൂടെ ഞാൻ പറയാം. റിസൾട്ടെന്ന് പറഞ്ഞാൽ ഞാനിത് ഗൂഗിൾ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. ഡെയിലി ഗ്ലോ ഫേസ് ക്രീം ബീട്രൂട്ടിന് കണ്ടപ്പോഴത്തേക്കും എല്ലാവരും പ്രത്യേകിച്ച് മമാഅർത്തിൻ്റെ കമ്പനി ആയതുകൊണ്ടാണ് ഞാൻ ഏറ്റവും കൂടുതൽ ട്രസ്റ്റ് ചെയ്യുന്ന സാധനം. പിന്നെ ഡെർമറ്റോളജി ടെസ്റ്റാണ്, സ്യൂട്ട് ഓൾ സ്കിൻ ടൈപ്പാണിത്. ഇതെല്ലാ സ്കിന്നിനും സ്യൂട്ടാണ് ഈ സാധനം. ഞാൻ ഇതിൻ്റെ ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിന് മുമ്പ്. ഫോർ ഹൈഡ്രേറ്റ് പിങ്ക് ഗ്ലോ എന്നാണ് ഇതിനകത്ത് പറയുന്നത്. പക്ഷേ അത്ര പിങ്ക് ഗ്ലോ കിട്ടിയില്ലെങ്കിലും സ്കിന്നിന് എനിക്ക് ആപ്റ്റാണ്. ബാക്കിയുള്ളവർക്ക് ഇത് എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ എനിക്ക് സ്കിന്നിന് നല്ല ആപ്റ്റായിട്ടുള്ള സാധനമാണിത്. ഇത് ആക്വായും സ്റ്റെറിക് ആസിഡും അങ്ങനെയൊക്കെയുള്ള കുറേ നിയാസിനമൈഡും ഒക്കെ ഉണ്ട് ഇതിനകത്ത്. ഇത് നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇതിനിപ്പോൾ 249 രൂപയാണ് മീഷോയിൽ ഞാൻ ഓർഡർ ചെയ്യുമ്പോഴത്തേക്കും. പക്ഷേ ഇപ്പോൾ ഓഫർ കിടപ്പുണ്ട്. ഇത് 100 സംതിങ്ങിനാണ് ഇപ്പോൾ ഓഫർ കിടക്കുന്നത്. ഇത് നല്ല സംഭവമാണ്. 80 ഗ്രാംസ് ഉണ്ട് കേട്ടോ. ഇത് 80 ഗ്രാം ഉണ്ട്. ഇത് നല്ല സാധനമാണ്. ഇതിപ്പോൾ ഞാൻ രാവിലെയും വൈകിട്ടും ഞാൻ കിടക്കാൻ നേരം തേക്കാറുണ്ട്. ചില ദിവസങ്ങളിൽ നൈറ്റ് തേച്ചില്ലെങ്കിൽ ഞാൻ രാവിലെ കുളിച്ചിട്ട് മസ്റ്റായിട്ട് ഞാനിത് തേക്കാറുണ്ട്. ഒരു ദിവസം ഒരു നേരമെങ്കിലും ഞാനിത് തേക്കാതിരിക്കത്തില്ല. കാരണം എൻ്റെ സ്കിന്നിന് നല്ല ആപ്റ്റായിട്ടുണ്ട് ഈ സാധനം. നല്ല സ്യൂട്ടായിരുന്നു. സ്കിന്നിലുള്ള നമ്മുടെ ബ്ലാക്ക് ഹെഡ്സ്, പിന്നെ കണ്ണിനടിയിലെ കറുപ്പ്, അങ്ങനെയൊക്കെയുള്ളതൊക്കെ മാറ്റും ഇത്. പിന്നെ ഞാൻ വേറെ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ, ഇത് യൂസ് ചെയ്യുന്ന കൂടെ തന്നെ ഞാൻ
എൻ്റെ ഒരു രീതിയിൽ ഞാൻ ഇതിനു വേണ്ടി പ്രത്യേകിച്ച് ബീട്രൂട്ട് കൊണ്ട് തന്നെ ഒരു സംഭവം ഫേസ് വാഷ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഫേസ് വാഷ് എന്നല്ല, ഒരു സ്ക്രബ്ബർ പോലെ ഒരു ഐറ്റമാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. അതിൻ്റെ എന്താണെന്ന് ഞാൻ ഉടനെ ഒരു വീഡിയോ ചെയ്യാം. അത് ഞാൻ രാത്രിയിലോ അല്ലെങ്കിൽ രാവിലെ കുളിക്കുന്നതിന് മുമ്പായിട്ട് ഞാനത് തേച്ച് സ്കിന്നിൽ പിടിപ്പിച്ച് കഴുകി കളഞ്ഞിട്ടായിരിക്കും കുളിച്ചിട്ട് വന്നിട്ട് ഞാനിത് തേക്കുന്നത്. അതുകൊണ്ടായിരിക്കും എനിക്കിത് പിടിക്കുന്നുള്ളത്. അപ്പോൾ അതിൻ്റെ എന്താണ് ഞാൻ ഉടനെ ചെയ്യാം. അപ്പോൾ ഇതാണ് ഞാൻ മമാർത്തിൻ്റെ സംഭവം, ഇതാണ് ഉടനെ യൂസ് ചെയ്യുന്നത്. ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം നല്ല സാധനം തന്നെയാണ്. ഞാനിതിനെ എല്ലാവർക്കും ഒന്നും നല്ലതായിരിക്കും എന്ന് ഞാൻ പറയുന്നില്ല. ചിലപ്പോൾ ചിലരുടെ സ്കിന്നിന് ഇത് സ്യൂട്ട് ആവില്ല, ചിലരുടെ സ്കിന്നിന് ചിലപ്പോൾ സ്യൂട്ട്. പക്ഷേ ഇതിനകത്ത് ഓൾ സ്കിൻ ടൈപ്പ് എഴുതിയിട്ടുള്ളത് കൊണ്ട് ഇത് സ്യൂട്ട് ആവണമെന്നുമില്ല. ഞാനത് ഉറപ്പൊന്നും തരുന്നില്ല, ഗ്യാരണ്ടി ഒന്നും തരുന്നില്ല. പക്ഷേ എനിക്കിത് നല്ല സാധനമാണ്. ഇതിൻ്റെ റിവ്യൂ എനിക്കൊന്ന് ചെയ്യണമെന്നുണ്ടായിരുന്നു. പ്രൊമോഷൻ വീഡിയോ ഒന്നുമല്ല, പക്ഷേ എനിക്കിത് ചെയ്യണമെന്നുണ്ടായിരുന്നു. നല്ല സാധനമാണ്, എനിക്ക് കിട്ടിയ റിസൾട്ട് വെച്ചിട്ട് പറയുവാണ്. അപ്പം ഇതിൻ്റെ ഞാനൊരു വീഡിയോ ഇട്ടപ്പോഴത്തേക്കും 2 പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്നോട്, ഇത് ക്രീം ഇതിൻ്റെ ഒന്ന് ചെയ്യുമോ, ഇതെങ്ങനെയാണ് എന്നുള്ളത്, നല്ലതാണോ എന്നുള്ളത്. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് ഇതിൻ്റെ വീഡിയോ ചെയ്തത്, അറിയാത്തവർക്ക് വേണ്ടിയിട്ട്. ഇത് യൂസ് ചെയ്യുന്നവർക്ക് ചിലപ്പോൾ ഇതിൻ്റെ റിസൾട്ട് അറിയാമായിരിക്കും. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ബ്യൂട്ടി ക്രീം, അതായത് നമ്മുടെ ഡീപ്പ് മോയ്സ്ചറൈസർ ആയിട്ടുള്ളൊരു സാധനമാണ് ഡവ്. ഈ ഡവ് ഞാനിതിപ്പോൾ ഒരുപാട് നാളെന്ന് പറഞ്ഞാൽ ഒരുപാട് നാളായി ഞാനിത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. നല്ല ഒരു സംഭവമാണ് ഡവ്. ഇത് യൂസ് ചെയ്യുന്നവർക്ക് അറിയാമായിരിക്കും ഇതിൻ്റെ ബെനിഫിറ്റ് എന്തുമാത്രം ഉണ്ടെന്ന്. നമുക്ക് ഇത് പണ്ട് തൊട്ടേ ഒരുപാട് വർഷങ്ങളായിട്ടുള്ള സാധനമാണ് ഡവ്. അപ്പോൾ ഇതെനിക്ക് ഒരു 2-3 വർഷമായിട്ട് ഞാനിത് അടുപ്പിച്ച് യൂസ് ചെയ്യുന്നുണ്ട്. എപ്പോഴും ഒന്നും യൂസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ ഇടയ്ക്കെങ്കിലും ഇത് ഉപയോഗിക്കുന്നുണ്ട്. രാത്രിയിൽ ഞാൻ ആ ഫേസ് ക്രീം ഞാൻ ഇട്ടില്ലെങ്കിൽ ഞാനിത് ഉപയോഗിക്കും. കാരണം എനിക്കിത് ഇഷ്ടമാണ്. ഇത് യൂസ് ചെയ്ത് സ്കിന്നിന് നല്ല ഇതാണ്. കാരണം നമ്മുടെ മുഖത്ത് തന്നെ ഇല്ലെങ്കിൽ ഞാൻ കയ്യിൽ ഹാൻഡ് ക്രീമും എല്ലാം ആയിട്ട് ഇത് തന്നെ യൂസ് ചെയ്യുന്നത്. ഈ ഡവിൻ്റെ ക്രീം തന്നെയാണ് ഞാൻ ഹാൻഡ് ക്രീമായിട്ടും എല്ലാം യൂസ് ചെയ്യുന്നത്. ഈ ഒരു നമ്മുടെ ഡവാണ്. ഡവ് ഈ പറഞ്ഞതുപോലെ തന്നെ മോയ്സ്ചറൈസർ ആയതുകൊണ്ട് പ്രത്യേകിച്ച് ഇതിന് ഒരു എനിക്ക് തോന്നുന്നു സൈഡ് എഫക്റ്റ് ഒന്നും അങ്ങനെ ഉണ്ടാവാൻ ചാൻസ് ഇല്ല. ഉണ്ടായിട്ടുള്ളവരുണ്ടോയെന്നും എനിക്കറിയത്തില്ല. പക്ഷേ എനിക്ക് ഇതറിയാവുന്നിടത്തോളം എനിക്ക് കുറേ ഫ്രണ്ട്സിനെയൊക്കെ അറിയാം, അവരെല്ലാവരും ഡവാണ് ഉപയോഗിക്കുന്നത്. കുറേ പേരൊക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ ഫ്രണ്ട്സ് തന്നെ എന്നോട് ചോദിക്കാറുണ്ട്, ഇത് നല്ലതാണോ, ഇതെങ്ങനെയാണ് ഉപയോഗിച്ചാലെന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഉപയോഗിച്ചിട്ട് എങ്ങനെയുണ്ടെന്നുള്ളത് അറിഞ്ഞാലല്ലേ നമുക്ക് മറ്റുള്ളവർക്ക് അത് പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് എനിക്ക് യൂസ് ചെയ്തിട്ട് എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയ സാധനമാണ്. ഞാൻ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇത് നല്ല സാധനമാണെന്നുള്ളത്. അപ്പോൾ എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയ സാധനമാണ് ഡവ്. അപ്പോൾ ഈ 2 ക്രീമാണ് ഞാൻ ഉപയോഗിക്കുന്നത്. രണ്ടും നല്ലതാണ്, രണ്ടും മോശമാണെന്നോ അല്ലെങ്കിൽ ഇത് ഉപയോഗിച്ചിട്ട് കൊള്ളത്തില്ലെന്നോ അല്ലെങ്കിൽ ഇത് എല്ലാവരോടും എല്ലാവർക്കും നല്ലതാണെന്നോ ഞാൻ പറയത്തില്ല. എനിക്ക് നല്ലതാണ്, എനിക്ക് ഏറ്റവും നല്ലതായിട്ട് എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയുള്ള സാധനമാണ് രണ്ടും. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ വേറെ ഒന്നും ഉപയോഗിക്കില്ല. മമാഅർത്തിൻ്റെ തന്നെ ഉപ്റ്റാൻ്റെ ആ ഒരു മോയ്സ്ചറൈസർ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. ഈ മമാഅർത്തിൻ്റെ എല്ലാ കമ്പനിയും നല്ലതാണ്, എല്ലാ പ്രോഡക്റ്റ്സും നല്ലതാണ്. ഉപയോഗിച്ചിട്ട് ചിലപ്പോൾ റിസൾട്ട് കിട്ടാത്തവരും ചിലപ്പോൾ അങ്ങനെയുള്ളവരുണ്ടായിരിക്കും. പക്ഷേ എനിക്കിത് നല്ലതാണ്. മമാഅർത്തിൻ്റെ ബേബി ക്രീമും ഞാൻ കുഞ്ഞിന് ഉപയോഗിക്കുന്നുണ്ട്, അവൾക്ക് നല്ലതായിട്ട് പിടിക്കുന്നുണ്ട്. മാഷാഅല്ലാഹ്, അപ്പോൾ നല്ല സാധനമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് മേടിച്ച് ഉപയോഗിക്കുന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. നല്ല പ്രോഡക്ട്സിനെ നല്ലതാണെന്ന് പറയുന്നത്, അത്രേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ റിവ്യൂ എനിക്കൊന്ന് ചെയ്യണമെന്നുണ്ടായിരുന്നു, അതുകൊണ്ട് മാത്രമാണ് ചെയ്തത്. സ്കിന്നിൻ്റെ വേറെ പ്രശ്നങ്ങളോ ഒന്നും എനിക്ക് അതുകൊണ്ട് ഇതുവരെ ഉണ്ടാവാതിരിക്കട്ടെ, ഇതുവരെ ഉണ്ടായിട്ടില്ല. കാരണം സൈഡ് എഫക്റ്റ് ഒന്നും ഇല്ല. കാരണം ഒരുപാട് എപ്പോഴും ഇങ്ങനെ വാരി തേച്ച് നടക്കുക അങ്ങനെയല്ല. നമ്മൾ രാത്രിയിലും രാവിലെയും നമ്മളത് ആവശ്യത്തിന് തേക്കുക. കാരണം വാരിപ്പൊത്തി തേച്ചാൽ ചിലപ്പോൾ പിടിക്കില്ല. പെട്ടെന്ന് റിസൾട്ട് കിട്ടാൻ വേണ്ടി ഒരുപാട് തേക്കുന്നവരുണ്ട്. പെട്ടെന്ന് റിസൾട്ട് കിട്ടട്ടെ എന്നും പറഞ്ഞ് ചിലപ്പോൾ ഒരുപാട് തേച്ചാൽ എനിക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടുമെന്ന് ആലോചിച്ച് തേക്കുന്നവരുണ്ട്. പിന്നെ സ്കിന്നിന് കുറച്ചുകൂടെയൊക്കെ നല്ല കെയറിങ് കൊടുക്കുകയാണെങ്കിൽ, നമ്മളിപ്പം ഒരു മുഖം കഴുകിയിട്ട് തന്നെ മുഖം തുടയ്ക്കുമ്പോൾ തന്നെ നമ്മളിങ്ങനെ തൂത്തങ്ങ് എടുക്കുന്നവരുണ്ട്. അങ്ങനെ എടുക്കല്ലേ, നമ്മൾ മുഖത്തെ നല്ലപോലെ വെള്ളം ഒപ്പിക്കളഞ്ഞ് അങ്ങനെയൊക്കെ എടുത്താലേ നമ്മുടെ മുഖത്തെ ആ ഒരു ഡ്രൈനെസ് എപ്പോഴും മാറുള്ളൂ. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ സ്കിന്നിൻ്റെ ആ ഒരു ഇത് എല്ലാം നഷ്ടപ്പെടും. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു മോയ്സ്ചറൈസർ ആണെങ്കിലും എന്തെങ്കിലും ആയിക്കോട്ടെ, ചെറിയൊരു മോയ്സ്ചറൈസർ ആണെങ്കിലും ഉപയോഗിക്കുക. ഞാൻ കുറേ നാൾ ഇതൊന്നും ഉപയോഗിക്കേണ്ടിരുന്ന ആളാണ്. പക്ഷെ അങ്ങനെ ഉപയോഗിക്കാണ്ടിരുന്നപ്പോൾ എൻ്റെ സ്കിന്ന് ഡ്രൈ ആവാൻ തുടങ്ങിയത് കൊണ്ട് മാത്രം പിന്നെ ഞാൻ മോയ്സ്ചറൈസറിലോട്ട് വന്നു. എനിക്കൊന്നും പിടിക്കുന്നില്ലായിരുന്നു. ആക്ച്വലി നമ്മളൊരു സാധനം തേച്ചിട്ട് പെട്ടെന്ന് അത് 2 ദിവസം കഴിഞ്ഞ് അതൊരു കുരു വരുമ്പോഴത്തേക്കും നമ്മൾ വിചാരിക്കുന്നു, അയ്യോ എനിക്ക് പിടിക്കത്തില്ല എന്നൊക്കെ ഉള്ള ഒരു വിചാരത്തിൽ നമ്മളതിനെ കളയും. അയ്യോ വേണ്ട, ഇത് തേച്ച് എനിക്ക് പിടിക്കില്ല. പക്ഷെ അങ്ങനെയല്ല, ഒരു സാധനം തേച്ച് അത് ചിലപ്പോൾ നമ്മുടെ ഉള്ളിലുള്ള അണുക്കളെല്ലാം പുറത്ത് ചാടിക്കുന്നത് ആ പിമ്പിളിലൂടെ ആയിരിക്കും. അപ്പോൾ അത് പോയി കഴിഞ്ഞിട്ട് നമുക്ക് നല്ലൊരു സ്കിന്ന് തരാൻ വേണ്ടിയിട്ടാണ് നമുക്ക് അങ്ങനെ പിമ്പിൾസ് പുറത്തോട്ട് വരുന്നത്. അല്ലാതെ അത് നമുക്ക് കൊള്ളത്തില്ലാതെയോ അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിനത് പിടിക്കാഞ്ഞിട്ടോ ആയിരിക്കില്ല. അപ്പോൾ നിങ്ങൾ ആദ്യം ഒരാഴ്ചയെങ്കിലും ഒരു ക്രീം തേച്ച് നോക്കുക. അടുപ്പിച്ച് തേച്ചിട്ട് മാറുന്നില്ലെന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ അതിനെ മാറ്റുക. അല്ലാതെ പെട്ടെന്ന് തേച്ച് 2 ദിവസം കൊണ്ട് കുരു വന്നിട്ട് പെട്ടെന്ന് അതിനെ മാറ്റാൻ പാടില്ല. പിന്നെ നിങ്ങൾ ഏറ്റവും മസ്റ്റായിട്ട് ചെയ്യേണ്ടത്, സ്കിന്നിൻ്റെ ചിലപ്പോൾ ഒരുപാട് മുഖത്ത് പിമ്പിൾസൊക്കെ ഉള്ളവർ ആരെങ്കിലുമൊക്കെ പറയുന്നത് കേട്ടിട്ട് ഇതുപോലെ സ്കിൻ ക്രീംസ് മേടിച്ച് യൂസ് ചെയ്യാറുണ്ട്. അങ്ങനെ യൂസ് ചെയ്യാതിരിക്കുക. ഒരുപാട് പിമ്പിൾസും മുഖത്ത് ഭയങ്കര ഇതായിട്ടുള്ളവരൊക്കെ സ്കിന്നിൻ്റെ ഡോക്ടറെ പോയി കണ്ട്
അവർ തരും. ചിലപ്പോൾ നിങ്ങൾക്കൊരു ഇത് തരും, ഇന്നത് യൂസ് ചെയ്യുക. ചിലപ്പോൾ സ്കിന്നിന് ചിലപ്പോൾ അലർജിയൊക്കെ ഇട്ടുള്ളവരുണ്ട്, അങ്ങനെയുള്ളവരൊന്നും യൂസ് ചെയ്യരുത്. അത് ഡോക്ടറെ പോയി കണ്ട് ഡോക്ടറോട് ചോദിച്ച് ഡോക്ടർ തരുന്ന പ്രിസ്ക്രിപ്ഷൻ വഴി നിങ്ങൾ മാത്രമേ മേടിക്കാവുള്ളൂ. അപ്പോൾ എല്ലാം എനിക്ക് അറിയാമെന്നുള്ള ഇതുകൊണ്ടല്ല ഞാൻ പറയുന്നത്, എൻ്റെ ഒരു അനുഭവം വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് ഇങ്ങനെയൊക്കെ ഉപയോഗിക്കാണ്ടിരുന്നപ്പോൾ എൻ്റെ സ്കിന്നിന് ഉപയോഗിക്കാണ്ടിരുന്നിട്ടാണ് ഒരു ഇത് വന്നത്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യം തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ അടുത്ത വീഡിയോ ഇടുമ്പോൾ കാണാം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ. എല്ലാവരും സുഖമായിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക.